ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയായിരുന്നേ. ഇത് കട്ട് ചെയ്ത് പീസാക്കി മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്താണ് ഇട്ടിരിക്കുന്നത്. ഇതൊരാളെനിക്ക് തന്നതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ്. അവളുടെ നാട് വാളകമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ നാട് വാളകം. അപ്പം അവൾ കൊണ്ടുവന്നതാണ്. എനിക്കധികം പണിപ്പെടേണ്ടി വന്നില്ല. അതിനേക്കാൾ പണി എനിക്ക് കിട്ടി. അതിനകത്ത് ചേരേണ്ട ഉലുവയും സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് വാങ്ങാനായിട്ട് കടയിൽ പോകേണ്ടി വന്നു. അപ്പം ഇത് ഏകദേശം തൊലി കളയാതെയാണ് അത് കട്ട് ചെയ്ത് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കടയിൽ പോയി ഉലുവയും വെളുത്തുള്ളിയും ഇല്ലായിരുന്നു. അപ്പോൾ ഉലുവയും വെളുത്തുള്ളിയും വാങ്ങി. പിന്നെ അവിടെ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി. എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം ബിസ്ക്കറ്റ് വാങ്ങി. അതിൽ 3 ഞാൻ എടുത്തു. ചായ ഇട്ടു. പിന്നെ കുറച്ച് പക്കാവട വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ചേർത്ത് ചായയും പക്കാവടയും ബിസ്ക്കറ്റും കൂടെ കഴിച്ചു. നമുക്ക് മാങ്ങ അച്ചാറിടാൻ പോകാമേ. അപ്പം അതിന് വേണ്ടിയുള്ള വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുള്ളി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സവാള എടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഏകദേശം അരിഞ്ഞൊക്കെ വെച്ചു. എന്നിട്ട് ചീനിച്ചട്ടി അടപ്പിൽ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിട്ടു. കടുക് പൊട്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞതിട്ടു. സവാള ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് പച്ചമുളക് ഇട്ടു. പിന്നെ കുറച്ച് കാന്താരി ഇടുന്നുണ്ട്. കാന്താരി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിക്കണം. പിന്നെ ഞാൻ അതിനകത്തോട്ട് കായമാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ കായത്തിൻ്റെ പൊടിയില്ലായിരുന്നു. അപ്പം നമ്മൾ കായമാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇളക്കി അതിനെ ഒന്ന് ഏകദേശം ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഞാൻ മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഉലുവ ഇട്ടു. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചു. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് യോജിപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് ഇളക്കി. അത് നമ്മുടെ അരപ്പ് ഫുള്ളായിട്ട് മിക്സ് ആവുന്നത് വരെ അതിനെ ഇളക്കി യോജിപ്പിച്ച് കൂട്ടി വെച്ച് അടച്ച് വെച്ച് ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. നമ്മൾ കനലിലേ ഇടുന്നുള്ളൂ കേട്ടോ. തീ ഇടുന്നില്ല, കനലിലിടുകയാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം തൊലി കളയാത്തത് കൊണ്ട് അത് കുഴഞ്ഞു പോകാതെ കിട്ടി. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമ്മൾ തൊലി അതിനകത്ത് തന്നെ വെച്ചിരുന്നു. തൊലി കളഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മാങ്ങ കുഴഞ്ഞു പോകാതെ കിട്ടിയത്. പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.